ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഗാരേജിൽ ഇപ്പോൾ ഈ വർഷം ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഒരുപാട് ടൈപ്പ് ഫോർ കൺവേർഷന് വേണ്ടിയിട്ട് വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു HCVയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ HCVയുടെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞുതരാം. HCV ഫുൾ പെയിൻറ്റിങ് ആണ്, ഫുൾ പെയിൻറ്റിങ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മളുടെ അതിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ റോൾസ് റോയ്സിന് വന്ന രീതിയിലുള്ള ലൈറ്റിങ് കാര്യങ്ങളെല്ലാം കൊടുക്കണം. അതിന് ടോപ്പ് റൂഫ് നമ്മൾ പർപ്പിൾ കളർ കൊടുത്തിട്ട് സിൽവർ സൈഡ് വശങ്ങളിൽ ആ ഒരു കോമ്പിനേഷനിലാണ് കസ്റ്റമർ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. 2012 മോഡൽ HCV ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2012 മോഡൽ അല്ലെങ്കിൽ 2013 മോഡൽ HCV കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബീഡിങ്ങുകളൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തേക്കാം. ഡോറിൻ്റെ ടോപ്പ് വശങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അതേപോലെ തന്നെ പട്ടണെങ്കിൽ ഫ്ലോറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം വേറെ ഒന്നല്ല, റസ്റ്റിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. റസ്റ്റിൻ്റെ ഇപ്പോൾ ഈ വന്നാണ് 2012 മോഡൽ വണ്ടിക്ക് റസ്റ്റ് തുടക്കമാണ്. എൻഡ് വശങ്ങളിലെല്ലാം റസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ഭാഗമായാലും ബാക്ക് ഗ്ലാസിൻ്റെ ഭാഗമായാലും പ്ലാറ്റ്ഫോം ആയാലും നമ്മുടെ ഡോറിൻ്റെ അടിവശങ്ങളായാലും റസ്റ്റ് തുടങ്ങി. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളും കൂടി ആ വണ്ടി ആ കണ്ടീഷനിൽ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇന്നലേക്കൊക്കെ റസ്റ്റ് ബാധിച്ച് നല്ലൊരു പ്രോബ്ലമായ അവസ്ഥയിലായേനെ. അപ്പോൾ HCV 2012-13 മോഡലുള്ള വാഹനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റസ്റ്റിൻ്റെ ഇഷ്യൂ നോക്കുക. ഇത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഇപ്പോൾ എന്നിട്ട് പറയാം സമുദ്രം ആയിട്ടുള്ള ഏരിയകളിൽ വരുന്ന റസ്റ്റ് അല്ല കേട്ടോ. ആ വണ്ടിക്ക് അത്ര ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് ഉള്ളെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഈ വണ്ടിയും ചെക്ക് ചെയ്തപ്പോൾ ഇത് ഞാൻ കുറേ കണ്ണിൽപ്പെട്ടു. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ആ വണ്ടിക്ക് നമ്മൾ ഫുൾ പെയിൻറ്റിങ് ഉണ്ട്, റീപ്ലേസൊന്നുമില്ല. പിന്നെ നമ്മൾ ടോപ്പ് റോൾസ് റോയ്സിൻ്റെ വരെ നേരത്തെ പറഞ്ഞ മാതിരി ലൈറ്റിങ് കൊടുക്കണം. ഹാൻഡിലുകളൊക്കെ പർപ്പിൾ കളർ, ടോപ്പ് പർപ്പിൾ കളർ. അപ്പം അങ്ങനെയുള്ള ഒരു ഫുൾ വർക്കിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ആൾ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളും കസ്റ്റമർക്കും അതൊരു ഇതായി. ഇപ്പോൾ വണ്ടി വർക്കിന് വേണ്ടി കയറ്റിയത് ആൾക്ക് ഭയങ്കര ഒരു ഉപകാരമായി. കസ്റ്റമർക്ക് ഞങ്ങൾ അയച്ച് കാണിച്ചു കൊടുത്തു. ഞങ്ങൾ കാണുന്ന മാതിരി നമ്മൾ അയച്ച് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ കസ്റ്റമർക്ക് ഒരു ഇതായി. അതേപോലെ തന്നെ നമ്മൾ ഏകദേശം ഒരു 6 ഇന്നോവോളം ഈ ഒരു വർഷത്തേക്ക് വന്നിട്ടുണ്ട് കൺവേർഷനും. അതേപോലെ തന്നെ ഫുൾ പെയിൻറ്റിങ്, ഒരു വണ്ടി ഫുൾ പെയിൻറ്റിങ് ആണ്. ബാക്കിയുള്ള വണ്ടികളൊക്കെ കൺവേർഷൻ, ടൈപ്പ് 4 കൺവേർഷന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ വന്നൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വന്നൊരു വണ്ടി ഈ രീതിയിലൊക്കെ ചെയ്യുന്ന നല്ല ഉപകാരമുണ്ട് കസ്റ്റമർക്ക്. ആ വണ്ടിയും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആൾ എഴുതിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ആൾക്ക് അതിനെപ്പറ്റി ചെറിയ നോളജൊക്കെ ഉള്ള കാരണമാണ് അങ്ങനെ ചെയ്യുന്നത്. പല ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കളർ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട് പേൾ വൈറ്റിലേക്ക്. സ്റ്റീറിംഗ് വീല് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ക്രിസ്റ്റ മോഡൽ സ്റ്റീറിംഗ് വീലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നിട്ട് കൺസോൾഡ് ബോക്സ് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കൺസോൾഡ് ബോക്സ് ആഡ് ചെയ്യണം. സ്പോയിലർ, അത് ബേസ് മോഡൽ വണ്ടിയാണ്. സ്പോയിലർ ആഡ് ചെയ്യണം. റിവേഴ്സ് വൈപ്പർ ആഡ് ചെയ്യണം. പവർ സ്റ്റീറിംഗ്, പക്ഷേ പവർ സ്റ്റീറിംഗ് നമ്മളിവിടെ ലീക്കാണ് കസ്റ്റമർ പറഞ്ഞത്. മെക്കാനിക്കൽ സെക്ഷൻ നമ്മുടെ ഗാരേജിലില്ല, വേറെ സ്ഥലത്തുകൊണ്ട് ചെയ്യിക്കേണ്ടി വരും. അതർ മെക്കാനിക്കൽ വർക്ക്, AC വെൻറ്റ് ഡാമേജ്, റീപ്ലേസ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് ഇതിൻ്റെ മെക്കാനിക്കൽ സെക്ഷൻ ആദ്യം തീർക്കണം. കാരണം മെക്കാനിക്കൽ വർക്ക് ഇത്രയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം തീർത്തതിന് ശേഷം നമുക്ക് ഇവിടെ കൺവേർഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ പരിപാടി ആദ്യം നമുക്ക് ആദ്യം എസ്റ്റിമേറ്റ് എടുത്തിട്ട് കസ്റ്റമർക്ക് അയക്കാം. അപ്പോൾ മെക്കാനിക്കൽ സെക്ഷന് വേണ്ടിയിട്ട് അവർ കൊണ്ടുപോകണം കേട്ടോ. മെക്കാനിക്ക് കഴിഞ്ഞ് അണ്ടർകോട്ട് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. കസ്റ്റമറുടെ അപ്രൂവൽ ഉണ്ട്. നമ്മുടെ പാച്ച് വർക്ക് ഉണ്ടായിരുന്ന വണ്ടി ഇത് ഏകദേശം പാച്ച് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഡോറും അതേപോലെ തന്നെ ഈ ഒരു ഡിക്കിന് റീപ്ലേസ് ചെയ്താൽ മതി. ഫുൾ പാച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു വണ്ടിക്ക് സീറ്റ് വർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സീറ്റ് ഇപ്പോൾ പ്രൈമർ കോട്ട് കഴിഞ്ഞ് വണ്ടിയുടെ
അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറ്റ് അയച്ചു കൊടുക്കാം നമുക്ക് സ്റ്റിച്ചിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. നല്ല മോശമാണ് സീറ്റൊക്കെ. അപ്പോൾ അതിൻ്റെ പണിയിൽ പോകണ ആനന്ദഭായും ജയിച്ചെണ്ണം. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ സീറ്റുകളൊക്കെ അയച്ചു കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ അതേ വണ്ടി കൊണ്ടുപോകും. അപ്പോൾ അതിനകത്ത് ഇവിടെ അയച്ചു വെച്ചാണ് വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സീറ്റുകളൊക്കെ അയച്ചു, ഫോർമാറ്റിങ് കാര്യങ്ങളും ചെയ്യുന്ന, ഡാഷ്ബോർഡ് പെയിൻറ്റിങ് ഒക്കെ ഉണ്ട്. വണ്ടി വേറൊരു വർക്ക്ഷോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ ആ വണ്ടി നമുക്ക് വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ വർക്കും ചെയ്യണം കേട്ടോ, പെയിൻറ്റിങ്, പാച്ച് വർക്ക്, സീറ്റ് കാര്യങ്ങളൊക്കെ.